നൈറ്റ് സ്കിൻ കെയറിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് കേട്ടോ. സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത്. എന്നാലില്ല, ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യം പറയാലോ, എന്റെ സ്കിന്ന് വെയിലൊക്കെ കൊണ്ട് നല്ല നാശമായിട്ട് ഇരിക്കുകയായിരുന്നു. അതായത് എന്താ പറയുക, ഭയങ്കര ഡാർക്ക്നെസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്റെ ഫേസ്. ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു ക്രീമിനെ പറ്റി കുറേ വീഡിയോസ് ഞാൻ കാണുന്നത്. സ്ക്രോൾ ചെയ്യുന്തോറും ഇതിനെ പറ്റിയുള്ള വീഡിയോസ് തന്നെയാണ്. കുറേ പേര് ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്. പിന്നെ അതിലധികം പേരും 14 ദിവസത്തെ ഒരു ചലഞ്ച് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ക്രീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് വാങ്ങിയിട്ട് ഒരു 14 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു 2 വീക്ക് കഴിഞ്ഞു സത്യം പറഞ്ഞാല്. അപ്പൊ F2 ബ്രൈറ്റനിങ് ക്രീം ആണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക, അതാണ് ഇതിന്റെ ഭയങ്കര ഒരു പ്രത്യേകത. പിന്നെ ഒരു 14 വെറും 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഒരുവിധം എല്ലാ ഇഷ്യൂസും നമുക്ക് ഇതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റൂട്ടോ. നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്, ഇനി പിമ്പിൾ വന്നു പോയിട്ടുള്ള കുറച്ച് പാടുകൾ ഉണ്ടല്ലോ, എന്ത് തേച്ചാലും മാറാത്ത ആ പാടുകൾ വരെ നിങ്ങൾക്ക് ഈ ഒരു ക്രീം തേച്ചിട്ട് മായ്ക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ ഫേസ് ഒന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ F2 ഈ ഒരു ബ്രൈറ്റനിങ് ക്രീം. അപ്പൊ ഈ ക്രീം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേസിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് അവല് എണീറ്റ് കഴുകി കളയുക. ഇതൊരു 14 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റ് മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആണെന്നുള്ളൂ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് ഫേസ് ആകെ കൊളാക്കാൻ നിൽക്കണ്ട. അതിനേക്കാളും നല്ലത് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുന്നതാണ്. ഞാൻ വാങ്ങിയിട്ടുള്ള ഇതിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുന്നതാണ്. നിങ്ങൾക്കറിയാലോ ഡ്യൂപ്ലിക്കേറ്റ് സാധനം യൂസ് ചെയ്താൽ എത്രത്തോളം സൈഡ് എഫക്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ ഇതിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് വാങ്ങിക്കോ. അപ്പൊ അതിലുള്ള ബൈ.